ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയാം. അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് കരയിലല്ല. ഇത് കേൾക്കുമ്പോൾ ഒരു ഫിക്ഷൻ സ്റ്റോറി ആണെന്നൊക്കെ തോന്നും, പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3812 മീറ്റർ ഉയരത്തിലുള്ള ഒരു വലിയ തടാകത്തിൽ പ്രത്യേകതരം പുല്ലുകൾ കൊണ്ട് മനുഷ്യർ തന്നെ നിർമ്മിച്ച ഐലൻഡുകളിലാണ് ഇവരുടെ ജീവിതം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ വീടുകളും ബോട്ടുകളും വരെ ഇവർ ഈ സെയിം പുല്ലുകൊണ്ട് നിർമ്മിച്ചിരുന്നു എന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു യുണീക്ക് ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നത്. അതിലും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2 കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ആ മുഴുവൻ ഐലൻഡിനെ തന്നെ 2ആയി മുറിച്ച് വേർപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവരുടെ പ്രധാന ഇൻകം എന്ന് പറഞ്ഞാൽ ഫിഷിങ്, ബേർഡ് ഹണ്ടിങ്, ടൂറിസം ഇതൊക്കെയാണ്. സ്വന്തം കൈക്കൊണ്ട് നിർമ്മിക്കുന്ന മനോഹരമായ ഗ്രാസ് ബോട്ട്സ്, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതൊക്കെ കാണാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ടായിരുന്നു. സ്വന്തം ഭാഷ സംസാരിച്ചിരുന്ന ഇവര് നിലവിൽ ഐമാറ ഭാഷയും സ്പാനിഷ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അവരുടെ യഥാർത്ഥ ഭാഷ ആൾമോസ്റ്റ് ഇല്ലാതായ ഒരവസ്ഥയിലാണുള്ളത്. പ്രകൃതിയുമായി ഇത്രയധികം ഇണങ്ങി ജീവിക്കുന്ന ഈ അത്ഭുതകരമായ ജനതയാണ് പെറുവിലെ ടിറ്റിക്കാക്ക തടാകത്തിൽ താമസിക്കുന്ന ഉറോസ് ജനത. കൂടുതൽ അറിയാനും വായിക്കാനും പ്രവാസി റിസാല ജൂൺ മാസ ലക്കത്തിൽ ഇവരെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു മാസത്തിലാണ് സബ്സ്ക്രിപ്ഷൻ ടൈം വരുന്നത്. ചെയ്തോളി, വെറുതാവില്ല.